ഇന്ന് ഞങ്ങൾ സ്കൂളിൽ പോയ വിശേഷമാണ് പറയുന്നത്. ഇന്ന് രാവിലെ സ്കൂൾ ബസ് ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ സ്കൂൾ ബസ് ഇന്ന് വേണ്ട, എന്ന് ഞാൻ കൊണ്ടാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് സ്കൂളിലേക്ക് വേണ്ട കാര്യങ്ങളെല്ലാം വേഗം വേഗം തന്നെ അവൾ തന്നെ ചെയ്തു. പിന്നെ വെള്ളമൊക്കെ ഞാൻ പകർത്തി കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൾ അതെല്ലാം കൊണ്ട് ബാഗിൻ്റെ അടുത്ത് കൊണ്ടുവച്ചു. പിന്നെ ബാഗിലേക്ക് ഇന്ന് റഫും ഡയറി മാത്രം മതിയെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആൾ അത് രണ്ടും എടുത്ത് വെച്ചു. പിന്നെ വെള്ളമൊക്കെ എടുത്ത് വെച്ച് ബോക്സൊക്കെ എടുത്ത് വെച്ച് ആൾ പോവാനായിട്ട് റെഡിയായി. അപ്പോൾ ആൾ എന്നോട് ചോദിച്ചു, ഇന്ന് ടീച്ചർ ആരായിരിക്കും എന്നൊക്കെ ചോദിച്ച ആൾ അതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് സ്കൂളിൽ പോകാനായിട്ട് ഞങ്ങൾ പോകാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാനും റെഡിയായി. അങ്ങനെ പോകാനായിട്ട് ഇറങ്ങി. അനിയനാണ് ഞങ്ങളിന്ന് കൊണ്ടാക്കുന്നത്. അപ്പോൾ ഞാനും അനിയനും മിന്നും കൂടെ പോവാനായിട്ട് റെഡിയായി. അപ്പോൾ ഞാനിങ്ങനെ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഇവൾ റെഡി ആവുന്നതും ഇവൾ ചെയ്യുന്നതൊക്കെ. ഞാനില്ലാത്തപ്പോഴും ഇതെല്ലാം തന്നെ എല്ലാ കാര്യങ്ങളും ആൾ ചെയ്ത് തുടങ്ങി. ഇപ്പോൾ 5th സ്റ്റാൻഡേർഡിലേക്കാണ്. ഞങ്ങളടുത്തുള്ള സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ ആൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഞാനിങ്ങനെ കണ്ട് ആസ്വദിച്ചിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ടിറ്റുമോനോട് എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞ ആൾ ഇറങ്ങി. ഞങ്ങളപ്പോൾ പോണ വഴിക്ക് അപ്പച്ചന് ഹോസ്പിറ്റലിൽ ടോക്കൺ എടുക്കണമായിരുന്നു. അതുപോലെ ചാലക്കുടിയിലേക്കും പോകണമായിരുന്നു. അപ്പോൾ മിന്നുനെ സ്കൂളിലേക്ക് കൊണ്ടാക്കിയിട്ട് ഇതെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ മിന്നുനെ സ്കൂളിലേക്ക് ഞങ്ങൾ കൊണ്ടാക്കി. അവിടെ നിന്ന് ഞങ്ങൾ ചാലക്കുടിക്ക് പോയി. ചാലക്കുടിക്ക് പോയപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഒരു ബാറ്ററി കടയിൽ പോയായിരുന്നു. പക്ഷെ അത് തുറന്നിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഒരു ബാറ്ററി മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ മാർക്കറ്റിൽ പോയി വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് വരുന്ന വഴിക്ക് അപ്പച്ചനുള്ള ടോക്കണും ബുക്ക് ചെയ്ത് അവിടെ നിന്ന് പോന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ എന്നിട്ട് അപ്പച്ചനെയും കൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോൾ ഹോസ്പിറ്റലിൽ കുറച്ച് ടൈം എടുത്തു. അവിടെ ഒരു ഡോക്ടറെ കാണാനായിട്ട് വേഗം കണ്ടു. പക്ഷെ മരുന്ന് മേടിക്കുന്നിടത്ത് നല്ല തിരക്കായിരുന്നു. കുറച്ച് നേരം അവിടെ പോയി. അപ്പോൾ കറക്റ്റ് 12:25 ആയപ്പോഴേക്കും ഹോസ്പിറ്റലിലെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് മിന്നുവിൻ്റെ അടുത്തേക്ക് പോയി. അങ്ങനെ മിന്നുവിൻ്റെ അടുത്ത് സ്കൂളിൽ ചെന്നപ്പോൾ കറക്റ്റ് 12:30 ആയപ്പോൾ സ്കൂളിൻ്റെ അവിടെ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. കുട്ടികൾ പാരൻസൊക്കെ വെയിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നിന്നു. അപ്പോഴേക്കും സ്കൂൾ വിട്ടു. അങ്ങനെ അവൾ ഓടി വന്നു. ഞങ്ങൾ അവളെയും പിക്ക് ചെയ്ത് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ സ്കൂൾ വിശേഷങ്ങൾ.